ഇന്ന് വർക്കുള്ളൊരു ദിവസമായിരുന്നു. അങ്ങനെ റെഡി ആയി വന്ന് നോക്കുമ്പോൾ അമ്മ ചായയൊക്കെ എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ അത് കുടിച്ചിട്ട് ഞാൻ നേരെ ഇറങ്ങി. അപ്പോൾ ഇന്ന് ഏട്ടൻ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഏട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ഏട്ടൻ വന്ന് എന്നെ കൊണ്ടാക്കി തന്ന് അവിടെ എത്തി നോക്കുമ്പോഴേക്കും കുറച്ച് ലേറ്റ് ആയിരുന്നു. അങ്ങനെ വേഗം ഞാൻ പോയി വർക്കിന് കയറി. അപ്പോൾ അവിടുത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അങ്ങനെ വർക്ക് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ ഏട്ടനെ കൊണ്ടുവരാൻ വന്ന് അപ്പോൾ വന്ന് നോക്കുമ്പോൾ ഏട്ടനൊരു കേക്കും കൊണ്ടാണ് വന്നത്. അപ്പോൾ എപ്പോൾ വരുമ്പോഴും എനിക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ട് ഏട്ടൻ കൊണ്ടുവരാറുണ്ട്. അപ്പം അതൊക്കെ തന്ന് ഞങ്ങളപ്പം ഏട്ടൻ പറഞ്ഞ ഏട്ടന് ഫുഡ് കഴിക്കണം, വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ തപ്പി ഇറങ്ങി. അങ്ങനെ ഒരു ഹോട്ടലിൽ ചെന്ന് ഫുഡൊക്കെ കഴിക്കാൻ കയറി. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്നിടത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് വന്നിരുന്നത്. അതുകൊണ്ട് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ കൈയൊന്നും കഴുകുന്നില്ല. ഞാൻ അവിടെ നിന്ന് ഏട്ടൻ്റെ കൂടെ ഞാൻ വെറുതെ ചെന്നിരിക്കുകയാണ്. അപ്പോൾ ഏട്ടൻ ബിരിയാണി കഴിക്കുന്ന കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ വയ്യ. പക്ഷേ ഞാൻ ഓൾറെഡി ബിരിയാണി ആയിരുന്നു വർക്ക് ചെയ്യുന്നിടത്തുനിന്ന് കഴിച്ചിരുന്നു. അതായത് ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നേരെ വീട്ടിൽ പോകാമെന്നുള്ളൊരു പ്ലാനായിരുന്നു. അപ്പോൾ അത് ഉച്ച സമയം എങ്ങാണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പൊന്നാനി വിട്ടാലോ എന്ന് വിചാരിച്ച് നേരെ പൊന്നാനി പോകാൻ തീരുമാനിച്ച്. അപ്പോൾ ഈ ഹോസ്പിറ്റലായിട്ട് എനിക്ക് ചെറിയൊരു ബന്ധമുണ്ട്. എൻ്റെ അമ്മയുടെ സർജറി ഇവിടെയായിരുന്നു കഴിഞ്ഞിരുന്നത്. അപ്പോൾ ഒരു 8 ദിവസത്തോളം ഞാൻ ഈ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അമ്മയുടെ കൂടെ. ഞാൻ നേരെ പോയത് ഏട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ ആദ്യം വന്നിട്ട് ചൂണ്ടിലിടാനും വല ഇടാനൊക്കെ വന്നിരുന്ന സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് അത് കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് കൊടുന്ന്. അങ്ങനെ ഇവിടെ വന്ന് നോക്കുമ്പോൾ നല്ലൊരു സ്ഥലമായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. അങ്ങനെ ഞാൻ അവിടെ ഇറങ്ങി കുറച്ച് നേരം ഒന്ന് അവിടെയൊക്കെ നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങി. അവിടെ നോക്കി നോക്കുമ്പോൾ അങ്ങനെ പുറത്തുനിന്നുള്ള ആൾക്കാരൊന്നുമില്ല. ആ ഏരിയയിൽ തന്നെ ഉള്ള ആൾക്കാർ വന്നിരിക്കുന്ന അടുത്ത കുട്ടികളൊക്കെ കളിക്കുന്നൊക്കെയാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം അതിനൊക്കെ ഒന്ന് നടന്ന് ഞാൻ കടലിൻ്റെ ഭംഗി ആസ്വദിച്ച് നിൽക്കുന്ന സമയത്താണ് അവിടെ ഒരു വെത്തൽ കിടക്കുന്നുണ്ടത്. അപ്പോൾ ഞാൻ ഓടിച്ചെന്ന് വേഗം എടുത്ത് ഞാൻ അത്ര നേരം ഏട്ടനോട് പറയായിരുന്നു, ഏട്ടാ ഇപ്പോൾ പെട്ടെന്നൊരു ചാകര വന്നാലോ, മീനിങ്ങനെ കയറി വന്നാലോ, വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ല അതുപോലെ വന്നാലോ എന്നൊക്കെ. അത് പറഞ്ഞ് നോക്കിയത് നേരെ ഈ മീനിൻ്റെ മുകൾക്കായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒന്നാണെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അതും കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അത് കളയുന്നില്ല. ലാസ്റ്റ് ഏട്ടൻ അതൊക്കെ അവിടെ ഇട്ടാൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ തിര വരുന്നൊരു സ്ഥലത്ത് പോയി ഇരുന്ന് അവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. ഞങ്ങൾ സംസാരം കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ വിചാരിക്കും ഞങ്ങൾ എന്തോ അന്താരാഷ്ട്ര കാര്യം സംസാരിക്കാമെന്ന്. പക്ഷേ ഞങ്ങൾ അതല്ല, എന്താ പോകുമ്പോൾ എനിക്ക് വാങ്ങിത്തരും, കഴിക്കാൻ മാങ്ങ മേടിച്ചു തരും, അത് മേടിച്ചു തരും എന്നൊക്കെ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുക ഏട്ടനോട്. അപ്പോൾ ഏട്ടൻ അതിനൊരു മെയിനും തരാതെ കേൾക്കാത്ത പോലെ ഇരിക്കുകയായിരുന്നു. ലാസ്റ്റ് എനിക്ക് മാങ്ങ ഒക്കെ മേടിച്ച് തന്ന് വീട്ടിൽ കൊണ്ടുവന്നാക്കി തന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.